ഹായ് ഓൾ വെൽക്കം ബാക്ക്. അഗെയിൻ വെൽക്കം ബാക്ക്. ഞങ്ങളിപ്പോൾ എവിടെ ഉള്ള ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഞങ്ങളെ മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇംപീരിയൽ ക്രൂസ് ഷിപ്പിലാണ് ഗൈസ് ഞങ്ങൾ ഉള്ളത്. നമ്മൾ കൊച്ചിയിലെ ഇംപീരിയൽ ക്രൂസ് ഷിപ്പിലാണ് നമ്മൾ ക്രൂസിന് പോവുക. അതെ, ഞങ്ങൾ ഫസ്റ്റ് ക്രൂസ് ഷിപ്പിൽ പോയത് ഗോവയിലാണ്. ഇത് സെക്കൻഡ് ടൈം നമ്മൾ പോകാൻ വന്നത് കൊച്ചിയിൽ നിന്നാണ് ഗൈസ്. അത് 4 hours ഒരു ട്രാവൽ ആണ് ഉണ്ടാവുക അല്ലേ? 11 to 3 ആണ് നമ്മൾ ലഞ്ച് ക്രൂസ് എടുത്തേക്കുന്നത്. ഇവർക്ക് ലഞ്ചും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഡിന്നറുണ്ട്. ഡോൾഫിനെയൊക്കെ കാണാൻ പറ്റിയ നമ്മുടെ ഭാഗ്യം ഉണ്ടെങ്കിൽ ഡോൾഫിനെ കാണാം, ഇല്ലെങ്കിൽ നമുക്ക് പോയിട്ട് അതേപടി തിരിച്ചും വരാം. ഡോൾഫിനെ അടുത്ത പ്രാവശ്യം കാണാന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ചിട്ട് പോരാ. ഇതൊക്കെയാണ് വ്യൂ. പുറത്തെ വ്യൂ. ഞങ്ങൾ പുറത്താണ്, ഉള്ളിലായിരുന്നു ഞങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു ഉള്ളിലിപ്പോ കുറച്ചുപേര് വന്നിട്ടുണ്ട്. ഇവരുടെ ഓക്യുപ്പൻസി 150 ആണ്. അതെ, ഇപ്പൊ ഇന്ന് 80-75 ആ ഒരു റേഞ്ചിലുള്ള ആൾക്കാർ. ഞങ്ങളുടെ ഭാഗ്യം. അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മള് വീക്ക് ഡേ വന്നേക്കണേ, വീക്കെൻഡ് അല്ലല്ലോ. എക്സാക്ട്ലി. ആ ശരിയാട്ടോ, വീക്ക് ഡേയ്സിൽ വന്നോണ്ട് ഞങ്ങൾക്ക് ഇപ്പഴാ ഓഫ്. അതാണ് ഞങ്ങൾ വന്നേക്കുന്നത്. ശരിക്കും ഇവിടെ വന്നതിന് ശേഷം നമ്മള് ഇവരിങ്ങനെ നോക്കിയെടുക്കുമ്പോ ഞാൻ വിചാരിച്ചിങ്ങനെ ചെറുത് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും, പക്ഷെ സംഭവം വലുതാണ് ഇവിടെ ഉള്ളതിലല്ലേ. റിയലി ഹ്യൂജ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോ കിച്ചന്റെ സൈഡിൽ നിന്ന് ആരും അറിയാണ്ട് സംസാരിക്കാം, ആരും കേൾക്കണ്ടോന്നാവും. അതെ അതെ, പക്ഷെ നമുക്ക് ഗോവന്ന് പോലും ഇത്രക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടങ്ങിയിട്ടില്ലല്ലോ. തുടങ്ങും, നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എനിക്ക് എന്റെ മനസ്സ് പറയുന്നുണ്ട് കണ്ടിട്ട്. കാരണം ഇത് ഭയങ്കര വലിയതാണ് ഈ ക്രൂസ് ഷിപ്പ്. അപ്പൊ അതാണ് ഞാൻ പറയാൻ കാരണം. പിന്നെ 4 hours ട്രിപ്പ് ഉണ്ടല്ലോ. നമ്മള് ഗോവയിൽ പോയത് നൈറ്റ് ആയിരുന്നു. അവിടെ തന്നെ നമുക്ക് ഗ്രാൻഡ് ഹയാത്ത് ഒക്കെ കാണാൻ പറ്റൂട്ടോ. അതെ, കാണാൻ പറ്റുന്നുണ്ടോ അറിഞ്ഞൂടാ, എന്റെ ഡാർക്ക് സർക്കിളൊക്കെ കാണിക്കുന്നത്. നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോവാം. അതെ, ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എത്തിയായിട്ട് കുറച്ച് നേരം സംസാരിച്ച് അവിടെ അങ്ങനെ നിന്നു. നമ്മളെ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് ആദ്യം നമ്മൾ സംസാരിച്ചില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഓടുകയായിരുന്നു. പിന്നെ വന്നപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്ന് നമ്മളോട് സംസാരിച്ച്. പിന്നെ ഇവിടെ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നിർത്താതെ ഉള്ളത് മ്യൂസിക്കാണ്, ലൈവ് മ്യൂസിക്കാണുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക്. കാരണം അവർ തീരെ റെസ്റ്റ് എടുക്കാതെ അത്ര എഫേർട്ട് കൊടുത്തിട്ടാണ് മ്യൂസിക് കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നത്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ ടീ ആൻഡ് സ്നാക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ചേട്ടനെ കണ്ടില്ലേ, ഇപ്പോൾ സംസാരിക്കുന്ന ചേട്ടൻ്റെ ഇപ്പുറത്ത് കന്നഡ വെച്ച ചേട്ടനാണ് അവിടുത്തെ ട്രാൻസ്ലേറ്റർ. കാരണം നമ്മൾ പോയപ്പോൾ കർണാടകയിൽ നിന്ന് ഒരു പിള്ളേർ ടീച്ചേഴ്സ് ആൻഡ് സാറ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്ക് ടൂറ് അങ്ങോട്ടായിരുന്നു കേട്ടോ. അവരൊരു 6 ദിവസത്തേക്ക് ട്രിപ്പായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ടാണ് വന്നേക്കുന്നത് അതിലൊരു ദിവസം. പിന്നെ വേറൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പും കൂടെ ഉണ്ടായിരുന്നു. അവർ ഒരു കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ടീംസ് ആയിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ഇവരാണ് കേട്ടോ. ഇവർ നല്ല പവർഫുള്ളായിരുന്നു. ഭയങ്കര ഡാൻസും ഇതൊക്കെയായിരുന്നു. എനിക്ക് നോക്കുകയാണെങ്കിൽ ചമ്മൽ, ഇവള് പിന്നെയും കളിച്ച്, എന്നാലും എനിക്കൊന്നും കൂടെ ചമ്മലൊക്കെ വന്ന് ഇവളോട് ചെല്ലാൻ പറഞ്ഞു. ഇവളും എന്നാലും മടിച്ചൊക്കെ നിന്ന് നമ്മൾ കൂടിയില്ല കേട്ടോ ഡാൻസ് കളിക്കാൻ. ഇത് വെറും സ്റ്റാർട്ടിങ് ആണ് നിങ്ങൾ കാണുന്നത്. എൻഡിങ് ആയിരുന്നു ഭയങ്കര എന്താ പറയുക സീൻ. എല്ലാവരും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ നമ്മൾ കടന്നു പോകണം. ഇവിടെ അതെ നമ്മളിപ്പോ എവിടെയോ എത്തി, കടലിലോട്ട് കയറാൻ പോവാന്നാ പറയുന്നത്. എവിടെ എത്തിന്നാ പറഞ്ഞോല്. ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാം. എന്തിനാ മോൾ അറിയാം. ഇവിടെ വലിയൊരു ഇതിന് ഷിപ്പ് എന്നല്ലേ പറയാ, ഗുഡ്സിന്റെ ആണ് തോന്നുന്നത്. അതെ, ഗുഡ്സ് ട്രാൻസ്പോർട്ടിങ് യൂസ് ചെയ്യുന്ന ഷിപ്പ് ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങളുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ അടുത്ത ലഞ്ച് ക്രൂസിന് 2000 ഇങ്ങോട്ട് തിരിക്കാൻ പറ്റോ? 2300 ഞാൻ പ്രൊട്ടക്ട് ചെയ്തോളാം. അതുപോലെ തന്നെ ഇവിടുത്തെ ഡിന്നർ ക്രൂസിന് വന്നിട്ട് 2500 ഒരാൾക്ക് പെർ ഹെഡ് ആണ് വരുന്നത്. ഇപ്പൊ ഫുള്ള് എന്താ പറയാ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആണ് കേട്ടോ മോളില്. നമ്മളങ്ങനെ വീഡിയോ എടുക്കാൻ ചെറുതായിട്ടും താഴേക്ക് വന്നേക്കാണ്. പിന്നെ നമുക്കൊരു നല്ലൊരു മൊമെന്റ് ഉണ്ടായി. ഒരാൾ ഞങ്ങൾ വന്ന് കണ്ട് സംസാരിച്ചൊരു അതിൽ ഞങ്ങള് എന്താ പറയാ കുറച്ച് ഷോർട്സിലൊക്കെ എടുത്തിട്ട് നമ്മളെ നാട്ടുകാരിയാണ്. ആലുവല്ലേ, ആലുവെന്നാണ്. അപ്പൊ ഞങ്ങക്ക് ഭയങ്കര സന്തോഷായി. ഞങ്ങളോട് കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു. യെസ്, പറഞ്ഞ് എന്താ ഭയങ്കര ബോൾഡാണ്, ഇൻസ്പിറേഷണൽ ആണ് എന്നൊക്കെ പറഞ്ഞപ്പോ we were so happy to hear that. അപ്പൊ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കരുതി. പിന്നെ നിങ്ങളിങ്ങനെ ക്രൂസിലൊക്കെ വരുമ്പോ നിങ്ങള് എന്താണ് പാന്റും ഷർട്ടും ഇടുക, അല്ലെങ്കിൽ എന്റെ അവസ്ഥയായിരിക്കും ഞാനിവിടെ അടിയിൽ പിടിച്ചോണ്ട്. അതാണ് ഞാനിത് ഇട്ടത്. എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നതാണ് ആക്ച്വലി. അതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അതാകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ കംഫർട്ടബിൾ ആവും. അല്ലാണ്ട് ഇത് ഉടുപ്പ് പൊന്തിപ്പോകും വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചിട്ടല്ല പൊന്തിപ്പോയി. നല്ല കാറ്റടിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ
സാധനം? ഇത് എന്താണെന്ന് പറഞ്ഞു ഡയറക്ഷൻ. ഗൈസ്, നിങ്ങൾ കമന്റ് ചെയ്യുക ഇതെന്താണ് സാധനം. ഡയറക്ഷൻ അറിയാനാ പോകുന്നത്. വെറുതെ പറഞ്ഞാട്ടോ, ഞങ്ങൾക്ക് അറിയാട്ടോ, ഞങ്ങൾ അത്ര മന്ദബുദ്ധികളൊന്നല്ല. ഞങ്ങളല്ല, ഇവള് മന്ദബുദ്ധിയാണ്, ഞാനല്ല. ഈ കയറെടുത്ത് ഞാൻ തൂക്കി പുറത്തേക്ക് ഇടും. അപ്പോൾ നമുക്ക് പോവാം. സ്റ്റാർട്ടിങ്ങിലും ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് നമ്മളുടെ ഇടയ്ക്ക്, അതായത് DJക്കൊക്കെ മുന്നേ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇത്. ഇവരൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ടു കീപ്പ് us ഓൾ എൻ്റർടൈൻഡ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ DJ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ കളിക്കാൻ വിളിച്ച്, ഡാൻസ് കളിക്കാനൊക്കെ വിളിച്ച്. അപ്പോൾ നമുക്കൊരു മടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ DJയുടെ റൂമിൽ കയറാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ അതിൽ നമുക്ക് കയറാൻ പറ്റി കേട്ടോ. ഈ ചേട്ടനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ മൈക്രോഫോണൊക്കെ വെച്ചിട്ട് ഇതുവരെ നമ്മൾ DJയുടെ റൂം അങ്ങനെ കയറിയിട്ടും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ടുള്ളൂ പുറത്തുനിന്നും വീഡിയോസിലൊക്കെ. അപ്പോൾ ഇതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമായി. മൈക്രോഫോണിലൊക്കെ നല്ല വൃത്തിക്ക് കേൾക്കാം. ലൈക്ക് ആ ഒരു എക്സ്പീരിയൻസ്, നമുക്കറിയാം വൃത്തിക്ക് കേൾക്കുമെന്നൊക്കെ, പക്ഷേ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ മനസ്സിനൊരു സന്തോഷമായിട്ടോ. പിന്നെ DJയുടെ റൂമിൽ നിന്ന് ഞാനും കൂടെ അത്യാവശ്യം ഡാൻസ് കളിച്ചിട്ടോ. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് കുറച്ച് സീരീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കയറി കാണാം കേട്ടോ. അതിൽ ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആയിട്ടെല്ലാം പറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് സീയിലോട്ടൊരു വ്യൂ ഒക്കെ ഉണ്ട്, അത് നല്ല രസമുണ്ടായിരുന്നു. ചേട്ടൻ നമുക്കൊരു ഹായ് ഒക്കെ തന്നു. പിന്നെ നമുക്ക് ഇവിടുന്ന് ഡോൾഫിൻസിനെ കാണാൻ പറ്റിയിട്ടോ. കുറച്ച് ഡോൾഫിൻസിനെ കണ്ട്, പക്ഷെ ഒന്ന് മാത്രമേ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് നമ്മൾ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഡോൾഫിൻസിനെ കണ്ടിട്ടില്ല. അപ്പോൾ അത് നമ്മളൊരു എന്താ പറയുക, ഒരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഈ ക്രൂസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്പറും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലവ്ഡ് വൺസ് ആയിട്ട് ഇത് എന്നാലും കൂടുതൽ ഗ്രൂപ്പായിട്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. അതായിരിക്കും ഒന്നും കൂടെ ഒരു വൈബ് എന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ചെക്കൗട്ട് ചെയ്തോക്കാം. പിന്നെ ഒരു നേവിയുടെ ഷിപ്പിനെയൊക്കെ കണ്ട് അത്രേ ഉള്ളൂ.